പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി മുഹമ്മദ് അലിയെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. കസ്റ്റഡി അപേക്ഷ കൊച്ചി NIA കോടതിയിൽ ഉടൻ സമർപ്പിക്കും. മുഹമ്മദ് അലിയെ ഒളിവിൽ പോകാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ദില്ലിയിൽ വെച്ചാണ് മുഹമ്മദ് അലിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ദില്ലിയിലടക്കം മറ്റെവിടെയെങ്കിലും ആണെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയല്ലേ അന്വേഷണ സംഘം ഉള്ളത്? ഏത് രീതിക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് റോഷ്നി, ശ്രുതി. അതായത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് അലിയെ NIA പിടികൂടിയത്. ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. അവിടെ ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത്, ഈ കൊലപാതകത്തിൽ മറ്റാരെങ്കിലും കൂടുതൽ പേർ സഹായിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, വിദേശത്തേക്ക് കടക്കാനും ഇയാളെ നാട്ടിലും അതോടൊപ്പം തന്നെ വിദേശത്തും ഒളിവിൽ കഴിയാനും സഹായിച്ചവരെ കുറിച്ചും സ്വാഭാവികമായും NIAക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കാനും അന്വേഷിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ശ്രീനിവാസനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി NIA നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം തന്നെ NIA കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2022 ഏപ്രിൽ 16 ഈ കൊലപാതകം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പോലീസ് കേസന്വേഷിച്ചു. അതിനുശേഷമാണ് പിന്നീട് NIA അന്വേഷണം ഏറ്റെടുക്കുകയും അതിൽ ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പല പ്രതികളെയും കണ്ടെത്തിയിരിക്കുന്നത്. ഇന്റർപോളിന്റെ സഹായത്തോടു കൂടിയാണ് മുഹമ്മദ് അലിയെ NIA പിടികൂടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ജിദ്ദയിൽ ആദ്യം 3 മാസത്തോളം ഇയാൾ അവിടെ തടവിലായിരുന്നു. അതിനുശേഷം ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഡൽഹിയിൽ എത്തിച്ച അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പിന്നീട് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.